ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു എംബ്രോയ്ഡറി ഡിസൈനാണ്. ഈ വേസ്റ്റ് ലൈനിൻ്റെ ഭാഗത്തൂടെയുള്ളൊരു എംബ്രോയ്ഡറി ഡിസൈന്. അപ്പം ഇനി നമ്മുടെ ഡിസൈന് കാണുന്നില്ല എന്നുള്ള സങ്കടമൊന്നും വേണ്ട. ഇത് ഹിജാബ് ഇടുന്നവർക്കും അതുപോലെ തന്നെ ഷോൾ ഇടുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴായിരിക്കും ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നത്. പിന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത്രയും കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ കയ്യിൽ ഏതൊക്കെ കളേഴ്സ് ഉണ്ടോ ആ കളേഴ്സൊക്കെ നമുക്കിതിലേക്ക് എടുക്കാം. ഇപ്പോൾ ഞാൻ ഇതൊരു രംഗോലി എന്ന് പറയുന്നൊരു ബ്രാൻഡാണ് ഈ നൂല്. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള മെറ്റീരിയലിന് മാച്ചായിട്ടുള്ള കളേഴ്സൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ചെറിയ ബീഡ്സാണ്, ഗോൾഡൻ ബീഡ്സ്. പിന്നെ എംബ്രോയ്ഡറിയുടെ സൂചിയും വേണം. ഇത്രയാണ് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത്. ഇപ്പോൾ പറഞ്ഞാൽ ഒരു വേസ്റ്റ് ലൈൻ, അതായത് വയറിൻ്റെ ആ ഒരു ഭാഗത്തൂടെ വരുന്നൊരു ഡിസൈനാണ്. ഇത് ചെസ്റ്റിൻ്റെ കുറച്ച് തൊട്ട് താഴെയായിട്ട് വരും. അപ്പോൾ ഇത് നെക്കിൻ്റെ അവിടെ നിന്നൊരു 7 അല്ലെങ്കിൽ ഒരു 8 ഇഞ്ച് താഴെയായിട്ടാണ് ഈ ഡിസൈന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് വെറുതെ ഫ്രീ ഹാൻഡ് വെച്ചിട്ട് വരച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഫ്ലവേഴ്സിനും അതുപോലെ തന്നെ ലീഫിനൊക്കെ സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ ഇടയിൽ ബീഡ്സ് വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. ഇനി ഇത് തുന്നി കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു സ്റ്റെമ്മ് ആണ് ആദ്യം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ ഒരു ഡിസൈനിൽ ഞാനൊരു സ്റ്റെമ്മ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലൂടെ നൂല് എങ്ങനെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇങ്ങനെ ഇപ്പോൾ സ്റ്റെമ്മ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ ആ ഒരു ലീഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്റ്റെമ്മ് ഞാനൊരു ഡാർക്ക് ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ലീഫ് അതിൻ്റെ ഒരു ലൈറ്റ് കളറ് ഷെയ്ഡ് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചാണ് നമ്മൾ ലീഫിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് സിമ്പിളാണ്. ഇതിൻ്റെ താഴത്തൂടി ഇതേപോലെ കുത്തിയെടുത്തിട്ട് നമ്മൾ 2 ഭാഗത്തും ഇങ്ങനെ മാറി മാറി കൊടുക്കുകയാണ്. ഇപ്പോൾ ലെഫ്റ്റ് എടുത്താൽ ഇനി റൈറ്റ്, പിന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റ്, അങ്ങനെ മാറി മാറി ഈ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ലീഫിൻ്റെ വരച്ചിട്ടുള്ള ഭാഗം മുഴുവനായിട്ട് ചെയ്തു കൊടുക്കാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്ലോത്തിന് മാച്ചായിട്ടുള്ള കളേഴ്സ് നൂലുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഇങ്ങനെ ലീഫും കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ആ സ്റ്റെമ്മിൻ്റെ അതേ കളർ തന്നെ നൂല് ഞാൻ ആ ലീഫിൻ്റെ നടുഭാഗത്തൂടെ ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്ലവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ നടുക്കുള്ള ആ ഒരു പോർഷന് നമ്മൾ ബീഡ്സ് വെച്ച് കൊടുക്കും. അതിൻ്റെ പുറമേയുള്ള ആ ഒരു റൗണ്ടാണ് തുന്നി കൊടുക്കുന്നത്. നോർമൽ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്.
ഇങ്ങനെ ആ ഒരു ഉള്ളിലുള്ള റൗണ്ടിൻ്റെ ആ ഭാഗത്തുനിന്ന് കുത്തിയെടുത്തിട്ട് പുറമേയുള്ള റൗണ്ടിലേക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ആ ഉള്ളിലുള്ള ആ ഒരു ഭാഗം മാത്രം അവിടെ വിട്ടിട്ട് ബാക്കിയെല്ലാം ഇതേപോലെ നോർമൽ സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്കത് കവർ ചെയ്തെടുക്കണം. ഇതിലുള്ള എല്ലാ ഫ്ലവേഴ്സും ഞാൻ ഓരോ വ്യത്യസ്ത കളറുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി എല്ലാത്തിനും ഒരേ കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ വേറെ കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കളേഴ്സൊക്കെ ഷോളും പാൻസൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തതാണ്. ഇങ്ങനെ നമുക്ക് ഈ ഒരു റൗണ്ട് മുഴുവനായിട്ട് തുന്നിയെടുക്കണം. ഈ ഒരു ഫ്ലവർ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നടുക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഗ്യാപ്പ് ഗോൾഡൻ ബീഡ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടം പോലെ തുന്നി കൊടുക്കുകയോ അല്ലെങ്കിൽ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയോ ചെയ്യാം. തുന്നി കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള ഫ്ലവേഴ്സും ലീവ്സൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മുടെ ഡിസൈനിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ ഫ്ലവേഴ്സൊക്കെ വ്യത്യസ്ത കളറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നെക്കിൻ്റെ ഒരു 7 അല്ലെങ്കിൽ 8 ഇഞ്ച് താഴെയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആവുമ്പോൾ ഷോൾ ഇടുന്നവർക്കോ ഹിജാബ് ഇടുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഇനി നെക്കിലെ ഡിസൈന് കാണുന്നില്ല എന്നുള്ളൊരു പരാതിയൊന്നും വേണ്ട. അതേപോലെ ഇതിൽ ഫ്ലവേഴ്സിൻ്റെ കളേഴ്സായിട്ട് നമുക്ക് പാൻറ്റും ഷോളൊക്കെ യൂസ് ചെയ്യാനും പറ്റും. ഇനി എല്ലാത്തിനും ഒരേ കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ബീഡ്സൊക്കെ തുന്നി കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് പകരം പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല. തുന്നുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. താങ്ക്